Hello, my dear മക്കളെ. Let's step into the exciting world of English. മക്കളെ, അറിയാലോ നിങ്ങളുടെ സ്വന്തം അർജുൻ സാറാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇരിപ്പുണ്ട്. വൈ ഗേള് ചാപ്റ്റർ ബന്ധപ്പെടുത്തിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്താണ്? മൊയ്ന ദ ക്യൂരിയസ് ഗേൾ, ആ ജിജ്ഞാസയുള്ള പെൺകുട്ടി ഫ്രം അവർ സ്റ്റോറി, നമ്മുടെ കഥയിലെ, കീപ്സ് എ ഡയറി ടു റെക്കോർഡ് ഹെർ അഡ്വഞ്ചേഴ്സ് ആൻഡ് തോട്ട്സ്. അവളുടെ ചിന്തകളും അതുപോലെ തന്നെ അവളുടെ സാഹസങ്ങളും എഴുതി വെക്കാൻ വേണ്ടി അവർക്കൊരു ഡയറി ഉണ്ട്. നോക്കിക്കോ. എ പാർട്ട് ഓഫ് ഇറ്റ് ഗെറ്റ്സ് വെറ്റ് ഇൻ ദ റെയിൻ, മഴ കാരണം അതിൻ്റെ ഒരു ഭാഗം നനഞ്ഞുപോയി. എന്നിട്ടോ ആൻഡ് ക്യാൻ ബി റെഡ്, വായിക്കാൻ പറ്റുന്നില്ല. ഹെൽപ്പ് മൊയ്ന റീസ്റ്റോർ ദ ലാസ്റ്റ് പാർട്ട്, അവസാന ഭാഗം എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അവരിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി നമ്മളോട് ബേസിക്കലി അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഒരു ഡയറി എഴുതാനാണ്. അപ്പോൾ ഒരു നല്ല ഡയറി എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചാലോ? ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്, നല്ല കിടിലൻ ഡയറി എഴുതാൻ നമുക്ക് പഠിക്കാം. സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ ഇരുന്ന് കാണുക. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ തീയതി, ഡേറ്റ് തന്നിട്ടുണ്ട്. ഡിയർ ഡയറി എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ടുഡേ വാസ് എ ഫൺ ഡേ, ഇന്ന് വളരെ രസകരമായ ദിവസമായിരുന്നു. ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു ഗോ ഔട്ട്സൈഡ്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, പുറത്ത് പോകണമെന്ന് ഒരേ വാശിയായിരുന്നു. വെൻ ഐ വെൻറ്റ് ടു ദ റിവർ സൈഡ്, ഞാൻ പുഴക്കരയിലേക്ക് പോയ സമയത്ത് ഐ സോ എ ബോയ് ക്രൈങ്, കരയുന്ന ഒരു ആൺകുട്ടിയെ ഞാൻ അവിടെ കണ്ടു. ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലേ? അപ്പോൾ അവൻ എന്തിനായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡയറി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നോക്കിക്കോ. ആദ്യം തന്നെ വേണ്ടത് ഒരു വലിയ ബോക്സാണ്. ഒരു വലിയ ബോക്സിനകത്ത് നിന്ന് വേണം എൻ്റെ മക്കളെ ഡയറി എഴുതാൻ, എന്നാൽ മാത്രമേ ഡയറി പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡേ ആൻഡ് ഡേറ്റ്. ഡേ ആൻഡ് ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഒറ്റ സെക്കൻഡടാ. ഡേ ആൻഡ് ഡേറ്റ് നന്നായിട്ട് അവിടെ എഴുതി വയ്ക്കാം. ഓർക്കുക, എപ്പോഴും ഡയറി ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ വേണം എഴുതാൻ. നമ്മളോട് മൊയ്നയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മൊയ്നയാണെന്ന് കരുതി കൊണ്ട് ഐ എന്ന് വേണം അവിടെ യൂസ് ചെയ്യാൻ. ഐ, വി എന്നൊക്കെ വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിയർ ഡയറി എന്ന് പറഞ്ഞ് ആരംഭിക്കാം. ഡിയർ ഡയറി എന്ന് പറഞ്ഞ് ആരംഭിക്കാം. അത് മാത്രമല്ല മക്കളെ, നമ്മൾ എപ്പോഴും ഡയറി എഴുതുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ഫുൾ ഇമോഷൻസ് ആയിരിക്കും. ഇമോഷൻസ് കൊണ്ടുള്ളൊരു കളിയായിരിക്കും ഡയറിയുടെ അകത്തുണ്ടാവുക. സോ മക്കൾക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത് അതൊക്കെ എഴുതുക. ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ, ടുഡേ വാസ് എ വണ്ടർഫുൾ ഡേ, ടുഡേ വാസ് എ ഡേ വിത്ത് സോ മെനി സോരോസ്, ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. എ ബാഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ കാര്യം നല്ല ഗംഭീരമായിട്ട് വെടിപ്പായിട്ട് എഴുതി വെക്കണം. എൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഹോപ്പോടുകൂടി, ഒരു പ്രതീക്ഷയോടുകൂടി എൻഡ് ചെയ്യാം. എവറിത്തിങ് വിൽ ബി ഫൈൻ, അല്ലെങ്കിൽ ഐ ഹോപ്പ് എവറിത്തിങ് വിൽ ഗെറ്റ് ഫൈൻ സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, അത് എൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ എഴുതി വെച്ച ഡയറി ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചാലോ? യെസ്, അത് സാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഡേയും ഡേറ്റും എഴുതി. തേഴ്സ്ഡേ 10th October 2025, ഡേയും ഡേറ്റും എഴുതിയല്ലോ. എന്നിട്ടോ ഡിയർ ഡയറി എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഫീലിങ്സ്. ടുഡേ വാസ് എ ഫൺ ഡേ, ഇന്ന് വളരെ രസകരമായ ദിവസമായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്യുന്നൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ വെൻറ്റ് ഔട്ട്സൈഡ്, ഞാൻ പക്ഷേ പുറത്തുപോയി. വെൻ ഐ വെൻറ്റ് ടു ദ റിവർ സൈഡ്, പുഴക്കരയിലേക്ക് പോയ സമയത്ത് ഐ സോ എ ബോയ് ക്രൈങ്, ഒരു കുട്ടി കരയുന്നത് കണ്ടു. ഐ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് സാഡ്, ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ് നീ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയാണ്, ഹി സെഡ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ടോയ് ഇൻ ദ വാട്ടർ, അവൻ്റെ കളിപ്പാട്ടം ആ വെള്ളത്തിൽ പോയി എന്നവൻ പറഞ്ഞു. ഐ ഹെൽപ്ഡ് ഹിം ടു ലുക്ക് ഫോർ ഇറ്റ്, അത് കണ്ടെത്താൻ ഞാൻ അവനെ സഹായിച്ചു. ആൻഡ് വി ഫൈനലി ഫൗണ്ട് ഇറ്റ് സ്റ്റക്ക് നിയർ എ റോക്ക്, ഒരു പാറയുടെ ഇടയിലായിട്ട് ആ കളിപ്പാട്ടം കുടുങ്ങിക്കിടക്കുന്നത്, സ്റ്റക്കായി കിടക്കുന്നത് ഞാൻ കണ്ടെത്തി. എന്നിട്ടോ he smiled again, അവൻ വീണ്ടും ചിരിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് ഹാപ്പി ടു, എനിക്കും വളരെ സന്തോഷമായി. വാട്ട് എ നൈസ് ഡേ, എന്തൊരു നല്ല ദിവസം എന്ന് ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ പറഞ്ഞു വെച്ചു. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ ഐ എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ മൊയ്നയല്ല, പക്ഷെ നമ്മൾ മൊയ്നയുടെ ഡയറിയാണ് എഴുതുന്നത്. സോ അവിടെ നമ്മൾ ഐ എന്ന് തന്നെ ചേർക്കാൻ മറന്നു പോകരുത്. പിന്നെ എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത്, ഡയറിയാണ് എഴുതുന്നത്, നിങ്ങളുടെ സീക്രട്ട് കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത എല്ലാ കാര്യവും എഴുതാം. എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നല്ലൊരു ബോക്സിനകത്ത് വേണം ഇതൊക്കെ എഴുതാൻ.
ഓക്കെ, അപ്പോൾ അടിപൊളി ഒരു ഡയറി എഴുതാൻ നമ്മൾ പഠിച്ചു. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്ത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്തേക്കാം. വീണ്ടും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് സാറ് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. ബൈ.